ഹായ്, ചപ്പാത്തിക്ക് രാത്രി ഒരു കൂട്ടാൻ ഉണ്ടാക്കുക, ഒരു മസാല കൂട്ടാൻ. അപ്പോൾ കുറുമ എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് വിളിക്കാം. പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ കുറുമയാണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ഓരോരുത്തർ ഓരോ രീതിയിൽ ഒക്കെയാണ് കുറുമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചാൽ എനിക്കെന്നല്ല, എനിക്കും അച്ഛനും എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരിക്കൽ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് നന്നായി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റപ്പാലത്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇങ്ങനെ ചപ്പാത്തിയും കുറുമയും പാർസൽ വാങ്ങി വന്നപ്പോൾ ആ കുറുമ ഞാൻ ഉണ്ടാക്കിയ കുറുമയെ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കാമല്ലേ എന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി. പിന്നെ ഫ്രഷ് ക്രീം ഒന്നും ഞാൻ ചേർക്കുന്നില്ല, വളരെ സിമ്പിൾ. ഒരു മസാല കൂട്ടാന്നൊക്കെ പറഞ്ഞാൽ മതി, കുറുമ എന്നൊന്നും പറയണ്ട. ഇപ്പം ഇതിൽ ചേർത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഞാൻ വേഗം കാണിക്കാം കേട്ടോ, പെട്ടെന്ന്. ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, സവാള 2 ഉരുളൻകിഴങ്ങ് 2, ചെറിയ ക്യാരറ്റ് 2. ഇത്ര എളിഞ്ഞ് ബീൻസൊക്കെ കിട്ടിയാൽ ഇടാം. ഞാനന്ന് ബീൻസൊക്കെ ഇട്ടു തോന്നുന്നു. ബീൻസ് ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. സവാള, ക്യാരറ്റ്, പിന്നെ ഉരുളൻകിഴങ്ങ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഓക്കെ, ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. കുക്കറിലേക്ക് എന്നൊക്കെ പറയുന്നത്, കുക്കറിലേക്ക് നമുക്കിടാം. ഇപ്പോൾ നല്ല വെള്ളമാണ്, അതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ ഇടുന്നത്. എല്ലാം കൂടെ ഈ കുക്കറിൽ ഞാൻ നേരത്തെ പട്ടാണി വേവിച്ച് വെച്ചിരുന്നു. വേവിച്ച കുക്കറാണ്. അപ്പോൾ ആ കുക്കർ എടുത്ത് പട്ടാണി പാത്രത്തിലേക്ക് മാറ്റി. ഗ്രീൻ പീസ് അല്ലേ, ഡ്രൈ ആയിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് കുത്തിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടി. അതാ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗ്രീൻ പീസ് വേവിച്ചത്. ഇനി അതേ കുക്കറിൽ ഞാൻ കുക്കർ കഴുകിയിട്ടും കൂടില്ല, അതേ കുക്കർ തന്നെയാണ്. അതേ ഗ്രീൻ പീസ് വേവിച്ച അതേ കുക്കർ തന്നെ കേട്ടോ അത്. അപ്പോൾ ഞാൻ കഴുകിയില്ല, അപ്പം തന്നെ ഉണ്ടാക്കുകയല്ല. അപ്പോൾ ഇനി ഇതിലിത്തിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. കഷ്ണം വേകാൻ ആവശ്യമായിട്ടുള്ള ഇത്രയും കഷ്ണമുണ്ട്. ഇതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം, കുറച്ചൊക്കെ വെള്ളം ഇന്ന് ഇറങ്ങും, അധികം വെള്ളം വേണ്ട. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എനിക്ക് സംശയമാണ് എപ്പോഴും വെള്ളം എത്ര ചേർക്കുക, എങ്ങനെ ചേർക്കുക എന്നുള്ളതൊക്കെ. കുറേയൊക്കെ വെള്ളം പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങും. എന്നാൽ നമുക്ക് വിസിലിടാം. ഇത് കയറ്റി വയ്ക്കാം കേട്ടോ. ഇവിടെയാണ് നമുക്ക് വിസിലിൻ്റെ ഉള്ളിൽ എന്താ, ഒരു മിനിറ്റ്. ഊതാനൊന്നും വയ്യ. വിസിലിട്ടു. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. അവിടെ കിടന്നത് വേഗട്ടെ. ഓക്കെ, ഈ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ഉണ്ടാക്കണം. തേങ്ങ അരപ്പ്, അതിനുള്ള നാളികേരം കഷ്ണാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാളികേരം, പിന്നെ ഒരു പച്ചമുളക്, ചെറുതൊരു പച്ചമുളക്. ഞാൻ പറ്റേതുപോലെ കീറ് ചെയ്ത് സാരില്ല, അങ്ങനെ ആകട്ടെ. ഇനി വേണ്ടത് ഒരു 2-3 ക്യാരറ്റ്
കാഷ്യൂനട്ട് ഇത് ചേർത്ത് അരയ്ക്കുന്നുണ്ട്. നമുക്കിത് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇത് അരച്ചിട്ട് വരാം. അതെ, അപ്പോൾ നമുക്ക് കൂട്ടാൻ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചാൽ അതിൻ്റെ വിസിലൊക്കെ പോയി കുക്കറൊന്ന് തണുത്തു. നമുക്ക് തുറക്കാം. നിങ്ങൾക്ക് കാണണ്ടേ എൻ്റെ കുറുമ. ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടോ? എൻ്റെ കയ്യിൽ മറ്റേ LED മറ്റേ വിളക്കൊന്നുമില്ല. എന്താ LED അല്ലേ? മറ്റേ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കയ്യിലുള്ള പോലെ റൗണ്ട് ഷേപ്പിലൊരു ലൈറ്റില്ലേ, അതെൻ്റെ കയ്യിലില്ല. ഇതിലേക്ക് വെളിച്ചം പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തോ നോക്കാം നമുക്ക്. ഓ ചൂടുണ്ടേ. ഓ അയ്യോ നല്ല ചൂടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് നോക്കാനേ. ചൂടുള്ളതുകൊണ്ടാട്ടോ അത്. വെന്തണോ? നന്നായി വെന്തണോ? അപ്പോൾ ഇത് എന്തൊക്കെയാണ് കഷ്ണങ്ങളെന്ന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങ്, സവാള, ക്യാരറ്റ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ബീൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ ഈ കോളിഫ്ലവർ ഒന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എനിക്കത് ഇവിടെ വാങ്ങിക്കാറുമില്ല. ഞാൻ നേരെ അത് ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ പരിപാടി അറിയില്ല. കോളിഫ്ലവറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിലതും കോളിഫ്ലവറും ഇടാം. അങ്ങനെയാണല്ലോ ഇതിൻ്റെ. നല്ലോണം വെന്ത് ഉടഞ്ഞൂല്ലേ? ശരിക്കും നല്ലപോലെ വെന്തു. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ പട്ടാണി ഇല്ലേ, പട്ടാണി, ആശാനയും കൂടെ സിലിണ്ടറോ ആണല്ലോ. നമ്മുടെ പട്ടാണി കൂട്ടനും കൂടെ ഇതിലേക്ക് കൂട്ടാം. വെള്ളം മുഴുവനായിട്ട് ഒഴിക്കേണ്ട. ആദ്യം പട്ടാണിക്കുട്ടനെയും കൂടെ നമുക്കിതിൽ കൂട്ടാം കേട്ടോ. ഇത് ഡ്രൈ ആയിട്ടുള്ള പട്ടാണിയാണ് എനിക്ക് കിട്ടിയത്, ഗ്രീൻ പീസേ. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് വേവിച്ചതാണ്. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് രാവിലെ വെള്ളത്തിലിട്ടു, എന്നിട്ട് വൈകുന്നേരം എടുത്തിട്ട് വേവിച്ചു. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് പാകത്തിന്. എനിക്ക് ഉപ്പിൻ്റെ കണക്ക് വരുമ്പോഴാണ് ഒരു പേടി, ഇത് കൂടുക കുറയുക ഒക്കെ ചെയ്യുമോ എന്ന്. എന്തായാലും കുറച്ചിടാം. പോരാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കഴിച്ച് നോക്കുമ്പോഴേ പോരാന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്തിരി പൊടിയുപ്പ് ചേർത്താലും മതിയാവും. ഇപ്പോൾ ക്രിസ്റ്റൽ സാൾട്ടാണത്, മതിയാവും എന്ന് വിചാരിക്കണം. ഇനി നമ്മളത് വെജിറ്റബിൾ മസാലയാണ് ഇടുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നോക്കാം. ഞാനതിൽ ഈ വെജിറ്റബിൾ മസാല മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. മുളക് പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഞാൻ മുമ്പേ ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ബിരിയാണി മസാല കൂട്ട് വാങ്ങിയിട്ട് ചൂടാക്കി പൊടിച്ച് വയ്ക്കുമായിരുന്നു. അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഈ വെജിറ്റബിൾ മസാലയുടെ കൂടെ ഒരു കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഞാൻ ഇടും. എന്നുവെച്ചാൽ ഒരുപാടാവരുത്, ഒരു പൊടിക്ക്. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഞാനൊരു ഇത്തിരി കോൺഫ്ലവർ കുറച്ച് ചൂടുവെള്ളത്തിൽ, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. ഇതെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കറി ഒന്ന് തിക്കാവുകയും ചെയ്യും, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ കറിക്കൊരു ഷൈനിങ് ഒക്കെ കിട്ടും. ചോളത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ വെച്ചിട്ട് ചേർക്കുന്നത് ഞാൻ. അല്ലാതെ വല്ല കെമിക്കലൊന്നും ആണെങ്കിൽ ഞാൻ ചേർക്കില്ലായിരുന്നു. ചോളപ്പൊടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ.
കറി ഒന്ന് തിക്കാവും. ഇനിയിപ്പോൾ അരപ്പ് ചേർത്താൽ വല്ലാതെ തിക്കാവും. നമുക്ക് തേങ്ങ അരപ്പ് ചേർക്കാം കേട്ടോ. അതിൻ്റെ സമയമായി. തേങ്ങയും പച്ചമുളകും കൂടെ പിന്നെ കുറച്ച് കാഷ്യൂ കൂടെ ചേർത്ത് അരച്ചതാണ്. ഈ ചാടി പോകുന്ന ആള്. എന്തായാലും 2 ദിവസത്തേക്കുള്ള കൂട്ടാനായി പോകും. തേങ്ങയും കൂടെ ചേർത്തു. ഇനി ഇളക്കുക. ഇനി അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഉപ്പ് പാകമാണോ നോക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറച്ചുകൂടെ വേണം എന്ന് ഒരു തോന്നലുണ്ട്. അപ്പം ഞാൻ ഒരിത്തിരി ഉപ്പ് ഇടണം. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ പൊടിയുപ്പാണ് പിന്നെ ഇട്ടത് രണ്ടാമത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി ലാസ്റ്റാണ് അതിന് കുറച്ച് കറിവേപ്പില ചേർക്കുക. എൻ്റെ കയ്യിൽ മല്ലിയിലല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ചേർത്തത്. മല്ലിയിലയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. മസാലക്കറിക്ക് മല്ലിയില നല്ല ടേസ്റ്റാവും. അപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് ഇളക്കി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെ കുറുമ എന്നോ മസാലക്കറി എന്നോ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. എന്തായാലും രാത്രി ചപ്പാത്തിയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.